വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ എ ബോട്ടിൽ ഓഫ് ഡ്യൂ എന്ന ഇംഗ്ലീഷ് പാഠമാണ്. നമുക്ക് ആ ലെസണിലേക്കൊന്ന് പോകാം. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മൾക്ക് വായിക്കുന്നതിന് മുമ്പ് ഈ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് വായിക്കാം. ആദ്യം ഒന്ന് വായിക്കാം. 1. സർക്കിൾ ദ പിക്ചർ. ആ പിക്ചറിന് സർക്കിൾ ചെയ്യുക. ദറ്റ് മാച്ചസ് വിത്ത് ഈച്ച് വേർഡ്. ഓരോ വാക്കുകളോടും യോജിച്ചിട്ടുള്ള പടം ഒന്ന് സർക്കിൾ ചെയ്യണം. ചെക്ക് യുവർ ആൻസർ ബൈ ഷെയറിങ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചർ. നിങ്ങൾ വരച്ചത് ശരിയാണോ, നിങ്ങൾ സർക്കിൾ ചെയ്തത് ശരിയാണോ എന്ന് ടീച്ചറിൻ്റെയിലോ ക്ലാസ്മേറ്റിലോ കൊടുത്ത് നോക്കുക. മനസ്സിലായോ? ടീച്ചറിൻ്റെയിലോ ക്ലാസ്മേറ്റിൻ്റെയിലോ കൊടുത്ത് നിങ്ങൾ വരച്ച സർക്കിൾ ശരിയായെന്ന് നോക്കുക. ഏതാ ശരിയാണെന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കാം. വറീഡ്, WORRIED. വറീഡ് മീൻസ് ദുഃഖിച്ചിരിക്കുക. ഇപ്പോഴത്തെ 2 പെൺകുട്ടികളുടെ പടം കണ്ടോ? അതിൽ ആദ്യത്തെ പെൺകുട്ടി ദുഃഖിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സോ വി മസ്റ്റ് എൻസർക്കിൾ. യു മസ്റ്റ് സർക്കിൾ ദീസ് പിക്ചർ. ആദ്യത്തെ പിക്ചറാണ് സർക്കിൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 1ാമത്തെ പടമാണ് ആ പെൺകുട്ടി വറീഡായിരിക്കുന്ന പടത്തിന് റൗണ്ട് വരച്ചു. ഇനി 2ാമത്തേത് നോക്കാം. 2ാമത്തേത് ഇത് ബി ആണ്. ബി എന്ന് പറയുന്നത് പ്ലാന്റേഷനാണ്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ കൃഷിക്ക് വേണ്ടി കുഴിച്ചു വച്ചിരിക്കുന്നതാണ്. കൃഷിക്ക് വേണ്ടി വളർത്തുന്നു. ഒരു മരം വളർത്തിയാൽ അത് പ്ലാന്റേഷനല്ല. സോ ആദ്യം കാണുന്ന വാഴക്കൂട്ടം പ്ലാന്റേഷനാണ്, വാഴക്കൃഷിയാണത്. അതിനെ സർക്കിൾ ചെയ്യണം. അപ്പോൾ 2ാമത്തെ ഉത്തരം നമുക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. സെയ്ജ്. സെയ്ജ് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ്. സന്യാസിയുടെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ കച്ചവടക്കാരനാണ്. അയാൾ സെയ്ജ് അല്ല. ആദ്യം കാണുന്ന ആളാണ് സെയ്ജ്. അയാൾ കണ്ട കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത്. ഹീ ഈസ് ദ സെയ്ജ്. സോ എൻസർക്കിൾ ഇറ്റ്. അതുകൊണ്ട് അതിനെ എൻസർക്കിൾ ചെയ്യണം കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത സർപ്രൈസ് എന്നാണ്. അത്ഭുതപ്പെട്ടിരിക്കുന്നു. നോക്കിയാൽ 2 പടങ്ങളുണ്ട്. 2 ആൺകുട്ടികൾ. ആദ്യത്തേത് സങ്കടപ്പെട്ടായിരിക്കും, 2ാമത്തേത് അത്ഭുതപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കണ്ണൊക്കെ നല്ലപോലെ മിഴിച്ച് വായൊക്കെ തുറന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. സോ എൻസർക്കിൾ ദ സെക്കൻഡ് പിക്ചർ. അതുകൊണ്ട് 2ാമത്തെ പിക്ചർ നമുക്ക് എൻസർക്കിൾ ചെയ്യാം. ആ പയ്യൻ്റെ തല അല്ലേ, അവനെ നമുക്ക് എൻസർക്കിൾ ചെയ്ത് വെക്കാം. അപ്പം 2ാമത്തെ പടമാണ് ഉത്തരം കേട്ടോ. സർപ്രൈസ് ആയിരിക്കുന്നത് 2ാമത്തവനാണ്. ശരി, എന്നാൽ അത് അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജ് എത്തി കേട്ടോ. നമുക്കൊന്ന് വായിക്കാവേ. രാമനാഥ വാസ് ദ സൺ ഓഫ് എ റിച്ച് ലാൻഡ് ലോഡ്. രാമനാഥൻ ഒരു വലിയ ധനാഢ്യനായ ജന്മിയുടെ മകനായിരുന്നു. ലാൻഡ് ലോഡ് എന്ന ജന്മി എന്നാണ്. ആരായി ജന്മി? ഒരുപാട് ഭൂപ്രദേശങ്ങൾ സ്വന്തമായിട്ടുള്ള ആളെയാണ് ലാൻഡ് ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ ധനാഢ്യനായ ഒരു ലാൻഡ് ലോഡായിരുന്നു, ധനാഢ്യനായ ജന്മിയായിരുന്നു. അയാളുടെ മകനാണ് രാമനാഥൻ. മനസ്സിലായല്ലോ? ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. അച്ഛൻ ഇയാൾക്ക് ഒരുപാട് വസ്തു വിട്ടേച്ച് പോയി. എപ്പോഴാ? വെൻ ഹി ഡൈഡ്. രാമനാഥൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭൂസ്വത്ത് കിട്ടിയെന്ന്. ബട്ട് രാമനാഥ ഡിഡ് നോട്ട് സ്പെൻഡ് ഈവൻ 1 ഡേ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ലാൻഡ്. പക്ഷേ രാമനാഥ ഡിഡ് നോട്ട് സ്പെൻഡ് ഈവൻ 1 ഡേ, ഒരു ദിവസം പോലും രാമനാഥൻ ചെലവഴിച്ചില്ല. എന്തിനാ? ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ലാൻഡ്. തൻ്റെ ഭൂമിയൊന്ന് നോക്കി പരിപാലിക്കാൻ അയാൾ മെനക്കെട്ടില്ല. ഭൂമി ചുമ്മാ കിടന്നാൽ മതിയോ? അതോ വല്ല കൃഷിയൊക്കെ ചെയ്യണ്ടേ? അതിനൊന്നും അയാൾക്ക് കഴിയില്ല. അതാ. ദിസ് വാസ് ബിക്കോസ് ഹി ഹാഡ് എ ഫണ്ണി ഐഡിയ. അല്ല, എന്താണ് ഈ ഫണ്ണി ഐഡിയ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയ്ക്ക് വക നൽകുന്ന, അവർക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരു ഐഡിയ. അതാ ഈ ഫണ്ണി ഐഡിയ. അങ്ങനെ ഒരു ഐഡിയ ഇയാളിൽ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഹീ ബിലീവ്ഡ് ദാറ്റ്. അയാൾ വിശ്വസിച്ചിരുന്നു. എന്താ വിശ്വസിച്ചിരുന്നത്? ദാറ്റ് ദെർ വാസ് എ മാജിക് പോഷൻ. ഒരു മാന്ത്രിക കഷായം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു മാന്ത്രിക കഷായമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ദാറ്റ് കുഡ് ടേൺ എനി ഓബ്ജക്റ്റ് ഇൻ ടു ഗോൾഡ്. ആ കഷായത്തിന് എന്ത് വസ്തുക്കൾ സ്വർണ്ണമാക്കാൻ കഴിയും. അങ്ങനെ ഒരു മണ്ടൻ ആശയമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. ഹീ സ്പെൻഡ് ഓൾ ഹിസ് ടൈം ടു ലേൺ മോർ അബൌട്ട് ദിസ് പോർഷൻ. ഹീ സ്പെൻഡ് ഓൾ ഹിസ് ടൈം, മുഴുവൻ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിനാ? ടു ലേൺ മോർ അബൌട്ട് ദിസ് പോർഷൻ.
ഈ കഷായത്തെ പറ്റി പഠിക്കാൻ അയാൾ സമയം മുഴുവൻ മെനക്കെട്ടു. പീപ്പിൾ ചീറ്റഡ് ഹിം ഓഫൺ. ആൾക്കാർ ഇയാളെ മിക്കവാറുമൊക്കെ പറ്റിക്കും. പ്രോമിസിങ് ടു ടെൽ ഹിം അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി പറഞ്ഞു തരാമെന്ന് പറയും. എന്തിനെപ്പറ്റിയാണ്? കഷായത്തെപ്പറ്റി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇയാളെ പറ്റിക്കുമായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷേ അയാൾ ആ പരിപാടി അവസാനിപ്പിച്ചില്ല. ഗിവ് അപ്പ് മീൻസ് സ്റ്റോപ്പ്. ഇയാൾ ഈ ജോലി അവസാനിപ്പിച്ചില്ല. ഹിസ് വൈഫ് മധുമതി വാസ് ടയേർഡ് ഓഫ് ദിസ്. ഇയാളുടെ ഭാര്യ മധുമതി അങ്ങ് മടുത്തു പോയി ഇയാളെ കൊണ്ട്, അല്ലേ? ഷീ വാസ് ടയേർഡ് ഓഫ് ദിസ്. ഇത് കണ്ട് അയാളുടെ വൈഫ് അങ്ങ് മടുത്തു. എന്തുകൊണ്ടുകൊണ്ടാണ്? ഇയാളുടെ ഈ മണ്ടത്തരം കണ്ടുകൊണ്ട്. ആൻഡ് ഓൾസോ വറീഡ് ബിക്കോസ് അവർക്ക് ദുഃഖമായി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ സോ ഹൗ മച്ച് മണി രാംനാഥ് വാസ് സ്പെൻഡിങ്. എന്തുമാത്രം കാശായി രാമനാഥൻ ചെലവഴിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടമായി. ഷീ വറീഡ്. ഷീ വാസ് ഷുവർ. അവൾക്ക് തീർച്ചയായിരുന്നു ദാറ്റ് സൂൺ ദേ വുഡ് ബി വിതൗട്ട് മണി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉള്ള പൈസ മുഴുവൻ പോയി പാപ്പരായിത്തീരും, ഒന്നും ഇല്ലാതായിത്തീരുമെന്ന് അവൾക്കറിയാമായിരുന്നു, അല്ലേ? അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഷീ വാസ് ഷുവർ. അവൾക്ക് തീർച്ചയായിരുന്നു ദാറ്റ് സൂൺ ദേ വുഡ് ബി വിതൗട്ട് മണി. പെട്ടെന്ന് അവർ പൈസ ഇല്ലാതാകുമെന്ന് അവൾക്ക് നിശ്ചയമായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, എ ഫേമസ് സേജ് കോൾഡ് മഹീവതി കെയിം ടു ദിയർ ടൗൺ. ഒരു ദിവസമേ ഒരു ഫേമസ് സേജ് വന്നു. ഫേമസ് സേജ് പ്രസിദ്ധനായ ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ പേര് മഹീവതി എന്നാണ്. കോൾഡ് മഹീവതി കെയിം ടു ദിയർ ടൗൺ. അവരുടെ ടൗണിൽ വന്നു. രാമനാഥ ബിക്കെയിം ഹിസ് ഫോളോവർ. രാമനാഥൻ അയാളുടെ അനുയായിയായി. ആൻഡ് ആസ്ക്ഡ് ഹിം അബൌട്ട് പോഷൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ചോദിച്ചു ഇങ്ങനെ കഷായം ഉണ്ടാക്കുന്നതിനെ പറ്റി. ആസ്ക്ഡ് ഹിം അബൌട്ട് ദ പോഷനെ പറ്റി ചോദിച്ചു, കഷായത്തെ പറ്റി ചോദിച്ചു, മാജിക് കഷായത്തെ പറ്റി ചോദിച്ചു എന്നാണ്. ടു ഹിസ് സർപ്രൈസ് ദ സേജ് ആൻസേർഡ്. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സന്യാസി പറഞ്ഞു, ഇൻ മൈ ട്രാവൽസ്. ശരി, എൻ്റെ യാത്രക്കിടയിൽ. എവിടെയുള്ള യാത്രയാണ്? ഇൻ മൈ ട്രാവൽസ് ഇൻ ദ ഹിമാലയാസ്. ഹിമാലയങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴേ ഐ ഹാർഡ് ഹൗ യു കുഡ് മേക്ക് സച്ച് എ പോഷൻ. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനത്തെ കഷായം ഉണ്ടാക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷേ അതേ അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അത് പ്രയാസമേറിയതാണ്. ടെൽ മീ റിക്വസ്റ്റഡ് രാമനാഥൻ എന്ത് ചെയ്തു? അപേക്ഷിച്ചു. രാമനാഥ റിക്വസ്റ്റഡ്, എന്നോട് പറയാൻ പറഞ്ഞു. നോട്ട് ബിലീവ് ഹീസ് ലക്ക്. ഭാഗ്യം ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലും കണ്ടെന്ന പോലെയല്ലോ ആണോ ഇത്? ഒരാൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കരുത്. അങ്ങനെ ഭാഗ്യാന്വേഷണമൊന്നും വേണ്ട. കാര്യം നടന്നു കിട്ടിയാൽ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു. യു ഹാവ് ടു പ്ലാന്റ് എ ബനാന പ്ലാന്റ്. അപ്പോൾ എന്ത് ചെയ്തു? സേജ് പറഞ്ഞു കൊടുത്തു, നിങ്ങളെ ഒരു ബനാന പ്ലാന്റ് വളർത്തണം, ഒരു വാഴ വെക്കണം കേട്ടോ. ആൻഡ് വാട്ടർ ഇറ്റ് റെഗുലർലി വിത്ത് യുവർ ഹാൻഡ്സ്. അതിനെന്നും നിങ്ങളുടെ കൈകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളൊരു വാഴ വെച്ച് അങ്ങ് വെള്ളം കോരണമെന്നാണ് പറഞ്ഞത്. ഇൻ വിൻ്റർ ദ മോർണിംഗ് ഡ്യൂ ഈസ് ഓൺ ദ ലീവ്സ്. ശീതകാലത്തെ രാവിലെ വെളുപ്പിനെയൊക്കെ നോക്കുമ്പം ഇലകളിൽ ഇങ്ങനെ മഞ്ഞിൻ്റെ തുള്ളി വന്നിരിക്കും രാവിലെ. യു ഹാവ് ടു കളക്ട് ദ ഡ്യൂ. അപ്പം നിങ്ങൾ ഈ മഞ്ഞ് തുള്ളി കളക്ട് ചെയ്യണം, ശേഖരിക്കണം. ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ബോട്ടിൽ. എന്നിട്ട് കുപ്പിയിലതാക്കി വയ്ക്കണം. വെൻ യു ഹാവ് 5 liters ഓഫ് ഡ്യൂ, നിങ്ങൾക്ക് 5 ലിറ്റർ മഞ്ഞിൻ്റെ വെള്ളം ആവുമ്പോഴേ ബ്രിങ് ഇറ്റ് ടു മീ, അതെൻ്റെ അടുക്ക് കൊണ്ടുവരിക. ഐ വിൽ ചാൻറ്റ് സം മാജിക് വേർഡ്സ്. ഞാൻ അല്പം മന്ത്രങ്ങൾ ഉരുവിടും. വിച്ച് വിൽ ടേൺ ഇറ്റ് ടു മാജിക് പോഷൻ. അതപ്പോൾ ഉണ്ടല്ലോ ആ കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂസ് ഉണ്ടല്ലോ, അത് മാന്ത്രിക കഷായമായിട്ട് മാറുമെന്ന് പറഞ്ഞു. മാജിക് പോഷനായിട്ട് മാറും. എ ഡ്രോപ്പ് ഓഫ് പോഷൻ വിൽ ചേഞ്ച് എനി ഓബ്ജക്റ്റ് ഗോൾഡ്. അതിൻ്റെ ഒരു തുള്ളി മതി, ഏതൊരു വസ്തുവും സ്വർണ്ണമായി മാറും. ബട്ട് രാമനാഥ വാസ് വറീഡ്. പക്ഷേ രാമനാഥൻ അങ്ങ് ദുഃഖിച്ചു. എന്താ കാര്യം? അയാൾ പറഞ്ഞു, ബട്ട് വിൻ്റർ ഈസ് ഓൺലി ഫോർ എ ഫ്യൂ മന്ത്സ്. ഈ മഞ്ഞുകാലം ഉണ്ടല്ലോ, ആ തണുപ്പ് കാലം, അത് കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. ഇറ്റ് വിൽ ടേക്ക് മീ ഇയേഴ്സ് ടു കളക്ട് 5 liters ഓഫ് ഡ്യൂ. വർഷങ്ങളോളം ഞാൻ പണിപ്പെട്ടാലേ എനിക്ക് 5 ലിറ്റർ മഞ്ഞിൻ്റെ വെള്ളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. യു ക്യാൻ പ്ലാന്റ് ആസ് മെനി പ്ലാന്റ് ആസ് യു വോണ്ട്. യു ക്യാൻ പ്ലാന്റ് ആസ് മെനി ബനാന പ്ലാന്റ്. എത്ര വേണേലും വെച്ചോളാൻ പറഞ്ഞു. ബനാന പ്ലാന്റ്, വാഴ വയ്ക്കുക. ആസ് യു വോണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിടത്തോളം വാഴ വയ്ക്കുക.
ബട്ട് റിമെമ്പർ, പക്ഷേ ഓർക്കുക, യു മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ദം യുവർ സെൽഫ്. നിങ്ങൾ തന്നെ സ്വയം അതിനെ നോക്കി പരിപാലിക്കണം. ആൻഡ് കളക്ട് ദ ഡ്യൂ വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്. എന്നിട്ട് മഞ്ഞിൻ്റെ വെള്ളം നിങ്ങൾ തന്നെ കളക്ട് ചെയ്യുകയും വേണം. ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് തീർന്നു കഴിഞ്ഞു. ഇനി നോക്കിക്കേ, അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടൊരു കാര്യം, ലെറ്റ് അസ് ഡിസ്കസ്. നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നോക്കാം അതെന്താണെന്നേ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് രാമനാഥ ബിലീവ്? രാമനാഥൻ എന്താണ് വിശ്വസിച്ചിരുന്നത്? ഇതാ ഉത്തരം. രാമനാഥ ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് എ മാജിക് പോഷൻ ദാറ്റ് കുഡ് ടേൺ എനി ഓബ്ജക്റ്റ് ടു ഗോൾഡ്. കണ്ടോ, മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ സേജ് ഹെൽപ്പ് രാമനാഥ? അതാ, ഹൗ ഡിഡ് ദ സേജ് ഹെൽപ്പ് രാമനാഥ? ദ സേജ് ടോൾഡ് ഹിം to plant as many plantains as he could. The sage told him to plant as many plantains as he could in his land. So he planted it and looked after them by himself. And got enough bananas. എന്നിട്ട് ആവശ്യത്തിന് പഴം കിട്ടി, ഏത്തപ്പഴം കിട്ടി. Thus he became rich. അങ്ങനെ അയാൾ കാശുകാരനായി. അടുത്തത് നോക്കിയേ, അടുത്ത ചോദ്യം. ഡു യു തിങ്ക് രാമനാഥ വിൽ ബി ഏബിൾ ടു കളക്ട് ദ ഡ്യൂസ്? രാമനാഥന് മഞ്ഞുതുള്ളിയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഗീവ് റീസണും പറയണം കേട്ടോ. ഉത്തരം ഇതാണ്, രാമനാഥ വുഡ് ബി ഏബിൾ ടു കളക്ട് ദ ഡ്യൂ ഡ്രോപ്സ്. രാമനാഥ വുഡ് ബി ഏബിൾ ടു കളക്ട് ദ ഡ്യൂ ഡ്രോപ്സ് ബിക്കോസ് ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ദ മാജിക് പവർ ഓഫ് ദ പോഷൻ. His ambition would give him enough patience to collect the dewdrops. അതാ ഉത്തരം. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.